ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും നാവിന്മേലുണ്ട്. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ദൈവ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ശരീരത്തെപ്പറ്റി, ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെപ്പറ്റിയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ മനോഹരമായ ശരീരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ ഒരു അവയവങ്ങളിലൊന്നായ നാവ് എന്നുള്ളതായ വിഷയമാണ്. നാവിനെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ബന്ധപ്പെട്ട് വേദപുസ്തകത്തിൽ വീണ്ടും വീണ്ടും അതിനെപ്പറ്റിയുള്ളതായ വാക്യങ്ങൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ ഒരു വലിയ സംഖ്യ തന്നെ, കാരണം എണ്ണത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേക വാക്യങ്ങളാണ് നമ്മുടെ വായുമായി നാക്കുമായി ബന്ധപ്പെട്ട് വേദപുസ്തകത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് സദൃശവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നാവിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ അധരങ്ങളോട് ബന്ധപ്പെട്ട് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ചില പ്രാർത്ഥനകൾ, അധരത്തിന് വേണ്ടിയുള്ള ചില പ്രാർത്ഥനകളെ നമ്മൾ സങ്കീർത്തനങ്ങളിലും സദൃശവാക്യങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇതിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ മനോഹരമായ വിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരം വിശുദ്ധിയോടെ നിലനിർത്തുവാനായിട്ട് നമ്മൾ ഒത്തിരി സൂക്ഷിക്കേണ്ട ഒരവയവമാണ് നമ്മുടെ നാവ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പാടി കേട്ടതുപോലെ, ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുമ്പോൾ തന്നെ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാവിന് വേണ്ടിയുള്ളതായ, അധരങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥനയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. അപ്പോൾ ഇവിടെ ഇതൊരു മുന്നറിയിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു വാണിംഗ് പോലെ ജീവിതത്തിൽ നന്മ അനുഭവിക്കുവാൻ, ദൈവകൃപ അനുഭവിപ്പാനായിട്ട് നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? അവിടെ പറയുന്നു, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ. നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുകയാണ്, ഒരുവൻ ദോഷം ചെയ്യുന്നത് നാവ് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയുണ്ടായി. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ നാവിലൂടെ ഉണ്ടാകുന്നതായ ദോഷങ്ങൾ എത്ര വലുതാണ് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദോഷം വരുന്നതായ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം, അതിനെ സൂക്ഷിക്കണം എന്നവിടെ പറയുന്നു. പിന്നീട് വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളണം. ഇത് നമ്മളോട് പറയുന്നതായ ഒരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ് ആണ്. നമ്മൾ വ്യാജം പറയാതിരിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ മനുഷ്യൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. കാരണം നാക്കുകൊണ്ട് നമുക്ക് ഏതൊരു കാര്യത്തെയും വളച്ചൊടിച്ച് കാര്യങ്ങളെ പറഞ്ഞ് അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ നാക്ക്, വ്യാജം എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കീപ് യുവർ ടങ് ഫ്രം ഇവിൾ. അത് കുറച്ചും കൂടെ ഇംഗ്ലീഷിൻ്റെ അകത്ത് വരുമ്പോൾ പറയുന്നത് കീപ് യുവർ ടങ് ഫ്രം ഇവിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിൽ നിന്നും നിൻ്റെ, അല്ലെങ്കിൽ ദോഷം എന്നുള്ളതിന് ഇവിൾ എന്നുള്ളതായ അല്ലെങ്കിൽ പൈശാചികം എന്നുള്ളതായ ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ സംസാരത്തെ പറ്റിയാണ് രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് വ്യാജം പറയരുത്. എന്താണ് വ്യാജം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം? നമുക്കറിയാമല്ലേ, വ്യാജ സീഡി, വ്യാജ ചാരായം, എല്ലാത്തിൻ്റെയും. കാരണം ഒരു ഒറിജിനലിനോട് അല്ലെങ്കിൽ നല്ലതിനോട്, അതിൻ്റെ യഥാർത്ഥമായ അതിനോട്
അതിന് സമം എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഗുണനിലവാരം കുറഞ്ഞതായ മറ്റൊരു കാര്യത്തെയാണ് വ്യാജം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളിപ്പീരാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ വ്യാജം പറയുന്നത്. കാരണം പലപ്പോഴും ഒരു കാര്യം സത്യം അല്ലാത്തതിനെ സത്യം ആണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നതായ ആ ഒരു പ്രവൃത്തി അത് നാവുകൊണ്ട് അതരം കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഇല്ലാത്ത ഒരുതിനെ അതിനെ ഉള്ളതാക്കി പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ഞാൻ പറഞ്ഞതായ ഉദാഹരണം ഇതായിരുന്നു, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക എന്ന ഒരു ചൊല്ല് നാട്ടിലൊക്കെ നമ്മൾ കേൾക്കാറായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? അതിൻ്റെ പ്രവൃത്തി എവിടെയാണ് വരുന്നത്? വാക്കുകൊണ്ടാണ്. അപ്പോൾ ഒരാൾ കണ്ടു, അതിനെപ്പറ്റി പറഞ്ഞു, അപ്പോഴിങ്ങനെ അത് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഒരു ആടിനെയും കൊണ്ട് ഒരാൾ പോകുമ്പോൾ ഒരാൾ പറയുക ഇന്നാര് ഒരു പട്ടിയും കൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് ജംഗ്ഷനിൽ ചെന്നപ്പോഴേക്കും അത് പേപ്പട്ടിയായി മാറി. കാരണം ആൾക്കാർ പറയുന്നതിലാണ് ഇതിൻ്റെ ദോഷം വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. വീണ്ടും ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ സദൃശവാക്യം, നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ നോക്കി പഠിക്കണമേ. സദൃശവാക്യത്തിൻ്റെ 18-ാം അധ്യായത്തിൽ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. മരണവും ജീവനും ഒരു മനുഷ്യൻ്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവനെ കൊല്ലണമെങ്കിലും ജീവിപ്പിക്കണമെങ്കിലും നാവിന് അതിനുള്ളതായ ആ ശക്തിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ആ വാക്കുകളിൽ. കാരണം അതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുവനെ നശിപ്പിക്കുവാനായിട്ട് ആ നാക്കിൻ്റെ ശക്തി, ആ നാവിലൂടെ വരുന്നതായ വാക്കുകൾക്കുണ്ടാകുന്നതായ ശക്തി. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനും മരണവും നാക്കിലാണ് ഇരിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ എത്ര സൂക്ഷ്മതയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളുടെ സഹോദരങ്ങൾ എന്ന് നമ്മൾ അതായത് ക്രിസ്തുവിൽ സഹോദരങ്ങളായ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതായ ഒരു ദൈവ പൈതലിനെ പറ്റി മറ്റൊരാൾ അപവാദി പറയുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആ വ്യക്തിയെ എൻ്റെ വാക്കുകൊണ്ട് കൊല്ലുമ്പോൾ അല്ലെങ്കിൽ തകർക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരത്തെയാണ് തകർക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതൊരു വലിയ ചിന്തയാണ്. കാരണം നമ്മൾ പലപ്പോഴും ഒരു ദൈവദാസനെയോ ദൈവമക്കളെയോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന നമ്മുടെ സഹോദര വർഗങ്ങളെയോ നമ്മുടെ നാവ് കൊണ്ട് അവർക്കെതിരെ ദോഷം പ്രവർത്തിക്കുമ്പോൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ ദൈവത്തിൻ്റെ മന്ദിരമാണ്, അവരുടെ ആ ശരീരം, ആ ജീവിതം. അപ്പോൾ അതിനെതിരെ പറഞ്ഞ് അവരെ നശിപ്പിക്കുമ്പോൾ, അവരെ മാനസികമായും ശാരീരികമായും തകർക്കുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുകയാണ്. അപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് മറ്റൊരാളെ മുറിപ്പെടുത്തുക, പ്രത്യേകിച്ച് ദൈവമക്കളായിട്ടുള്ളവരെ അവർക്കെതിരെ ദോഷം പറയുമ്പോൾ, അവരെ വേദനിപ്പിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ മന്ദിരത്തിനെതിരെയാണ് നമ്മൾ ദോഷം ചെയ്യുന്നത്. അത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു ദോഷം. കാരണം പറയുന്നത് അതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. പിന്നെ ഇവിടെ പറയുകയാണ്, മരണവും ജീവനും ആ മനുഷ്യൻ്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. മനസ്സിലായില്ല? അപ്പോൾ ഏത് വേണമെന്നുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ളതായ റൈറ്റ് നമുക്കുണ്ട്. ജീവൻ വേണമോ മരണം വേണമോ, അല്ലെങ്കിൽ മറ്റൊരാളെ നശിപ്പിക്കണമോ അതോ അവർക്ക് നന്മ ചെയ്യണോ, ഇതെല്ലാം നമ്മുടെ നാവിന്മേലാണ് ഇരിക്കുന്നത്. വീണ്ടും അവിടെ പറയുകയാണ്, അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. അപ്പോൾ ഇവിടെ വായുടെ ഫലത്താൽ, എന്താണ് ഈ വായുടെ ഫലം? നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്കുകൾ, അത് നമ്മുടെ ഉദരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് അടക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. അപ്പോൾ നമ്മുടെ ഈ അധരങ്ങളെ ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാകുന്നു എന്നുള്ളത് ഈ സദൃശവാക്യം നിങ്ങൾ ഈ 18-ാം അധ്യായം വീണ്ടും ആ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവും ഒഴുക്കുമുള്ള തോടുമാകുന്നു. മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവ്
ഒഴുക്കുള്ള തോടുമാകുന്നു. മനസ്സിലായില്ലേ? ഇതിന് രണ്ടിനും പ്രത്യേകതയുണ്ട്. മനുഷ്യൻ്റെ വായിലെ വാക്കുകൾ ആഴമുള്ള വെള്ളം. ഈ ആഴമുള്ള വെള്ളത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പക്ഷേങ്കിൽ അതൊരു വലിയ പഠനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒത്തിരി പഠിക്കുവാനായിട്ടുണ്ട്. പക്ഷേ ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്ക് ഉള്ള തോട്. ഈ ഒഴുക്കുള്ള വെള്ളത്തിൻ്റെ പ്രത്യേകതയും ആഴത്തിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ പറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണുവാനായിട്ട് കഴിയുന്ന ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല എന്ന് പറയാറായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ ഉറവാണത്. അതായത് നമ്മുടെ ജ്ഞാനത്തോടു കൂടിയുള്ളതായ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചിന്ത, അതൊക്കെ ഒഴുക്കുള്ള വെള്ളത്തിന് തുല്യമാണ്. അതിൽ അഴുക്കില്ല. അത് കുടിക്കുവാനായിട്ട് സാധിക്കും. ഈ ആഴമുള്ള വെള്ളത്തിൽ നമുക്കറിയാം, ആഴത്തിലേക്ക് കിണറ്റിലൊക്കെ ചാടി വീണ് കഴിഞ്ഞാൽ ഈ ആഴമുള്ള വെള്ളത്തിൽ നമുക്ക് ഓക്സിജൻ കിട്ടാതെ വരും, അല്ലയോ? താഴേക്ക് മുങ്ങിപ്പോവും. അത് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. പക്ഷേ ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ മലിനതയില്ലാതെ അത് നമുക്ക് ഒരു സമാധാനം തരുന്നതായ ഒരു അനുഭവമാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. മനുഷ്യൻ്റെ വായിലെ വാക്കിന്, നാക്കിൻ്റെ ഒക്കെ പ്രത്യേകതകൾ. ഇനിയും വീണ്ടും അത് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ അധ്യായം തന്നെ വീണ്ടും പഠിക്കുമ്പോൾ പറയുന്നു, മൂഢൻ്റെ അധരങ്ങൾ വഴക്കിനിടയാകുന്നു. ഇതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മൂഢൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൂളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരാണ് ഈ മൂഢൻ? ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവൻ, ദൈവത്തെ ധിക്കരിച്ച് നടക്കുന്നവൻ, ദൈവത്തെ തള്ളിക്കളയുന്നവൻ മൂഢനാണ്. അവൻ ഫൂളാണ്. അവനൊരു വിഡ്ഢിയാണ്. അവൻ്റെ വായിൽ, അവൻ്റെ നാവിനെ പറ്റി പറയുന്നു, അവൻ്റെ അധരങ്ങൾ എപ്പോഴും വഴക്കിനിടയാക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. അപ്പോൾ യഹോവയോടുള്ള ഭക്തി ഉള്ളവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് സമാധാനവും രക്ഷയുമായി വരുമ്പോൾ, ആശ്വാസമായി വരുമ്പോൾ, ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്ന് ദൈവത്തെ ദുഷിച്ച്, ദൈവത്തോട് മറുതലിച്ച്, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്ന മൂഢൻ്റെ അധരങ്ങളിൽ നിന്നും വരുന്ന വാക്കുകൾ വഴക്കുണ്ടാക്കുന്നു. പിന്നെ അവൻ്റെ വായെ തല്ല് വിളിച്ചു വരുത്തുന്നു. മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ സമൂഹത്തിലൊക്കെ പലപ്പോഴും പല പ്രശ്നങ്ങളിലും ഉണ്ടാകുന്നതിൻ്റെ, വീട്ടിലായിക്കൊള്ളട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായിക്കൊള്ളട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലായിക്കൊള്ളട്ടെ, സഹോദരങ്ങൾ തമ്മിലായിക്കൊള്ളട്ടെ, പള്ളിക്കാരുടെ ഇടയിലായിക്കൊള്ളട്ടെ, നമ്മൾ സഭയിലായിക്കൊള്ളട്ടെ, ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത നോക്കിയാൽ മതി. വഴക്ക് ഉണ്ടാക്കുന്നു. ആരുടെ? മൂഢൻ്റെ. ദൈവഭയമില്ലാത്തവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വഴക്കിനിടയാക്കുന്നു. അവൻ തല്ല് വിളിച്ചു വരുത്തുന്നു എന്നാണ് പറയുന്നത്. അത് എത്ര കാര്യമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ തല്ലിനെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ അതിനുശേഷം താഴോട്ട് വരുമ്പോൾ വീണ്ടും പറയുന്നു, ഏഷണിക്കാരൻ്റെ വാക്ക് സ്വാദു ഭോജനം പോലെ ഇരിക്കുന്നു, അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. പിന്നെ മൂഢൻ്റെ അവന് നാശം, അവൻ്റെ അധരങ്ങൾ അവൻ്റെ പ്രാണന് കെണി. അപ്പോൾ നിങ്ങൾ ഈ സദൃശവാക്യം 18-ാം അധ്യായത്തിൻ്റെ ഇത്രയും വാക്യങ്ങൾ വായിക്കണം. ഇതൊക്കെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ മെസ്സേജിലോ പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതല്ല. പക്ഷെ അവിടെ അത് ഓരോന്നും ചിന്തിച്ച് നോക്കിയേ. മൂഢൻ്റെ അവന് നാശം വരുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് ഒരു ആത്മശോധന ചെയ്യണം. നമ്മുടെ നാവ് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ളതായ ദോഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുള്ളതായ ദോഷങ്ങൾ എന്തൊക്കെയാണ്? അതിനൊക്കെ കാരണം എൻ്റെ വായിലെ വാക്കുകളാണ് എങ്കിൽ അവിടെ നമ്മൾ ഈ പ്രാർത്ഥിക്കണം. ദോഷത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ളതായ കൃപയ്ക്ക് വേണ്ടിയിട്ട്, ദോഷം ചെയ്യാതെ ഇതിൻ്റെ നാവിന്, നമ്മുടെ അധരങ്ങളെ കാത്തുകൊള്ളുവാനായിട്ട് ഇടയായിട്ട് തീരണം. പിന്നീട് പറയാണ്, ഏഷണിക്കാരൻ്റെ വാക്ക് അവൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക്, അവിടെ പറയുകയാണ്, സാധു ഭോജനം പോലെ ഇരിക്കുന്നു, അത് അവൻ്റെ വയറിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു, അത് അവൻ്റെ ജീവിതത്തെ തകർക്കുന്നു. കാരണം ഇന്ന് ഏഷണിയുടെ ഒരു ലോകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞ് പരത്തുന്നതായ ആ ഏഷണിയുടേതായ ഒരു അനുഭവം നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത് ഹൃദയത്തിലേക്കല്ല ചെല്ലുന്നത്, അത് വയറ്റിലേക്ക് ചെല്ലുന്നു. അത് നമ്മുടെ ശരീരത്തെ മുഴുവനും മലിനപ്പെടുത്തുകയാണ്. അത് നമ്മൾക്ക് ദോഷം ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം പോലെ ദൈവത്തിൻ്റെ ആലയവും വിശുദ്ധ മന്ദിരവുമായ നമ്മുടെ ശരീരത്തെ ഇതെല്ലാം തകർക്കുന്ന നശിപ്പിക്കുന്നതായ ഏറ്റവും വലിയ അവയവം അല്ലെങ്കിൽ അതിൽ പ്രാധാന്യമുള്ളത് നാക്കിനാണ്. ഈ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഏഷണി പറയുമ്പോൾ, ഒരു ഇല്ലാത്തത് പറയുമ്പോൾ അത് ജസ്റ്റ് നമ്മുടെ ചെവിയിലേക്കല്ല മാത്രമല്ല അത് ചെല്ലുന്നത്. കാരണം ഏഷണിക്കാരൻ്റെ വാക്ക് അവൻ്റെ വയറ്റിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഇന്നർമോസ്റ്റ് പാർട്സ് ഓഫ് ദ ബോഡി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വയറ്റിലേക്ക്, നമ്മുടേതായ ഉള്ളിലേക്ക് അത് ചെന്ന് അവിടെ കിടന്ന്, നമുക്കറിയാം ആഹാരം കഴിക്കുമ്പോൾ അത് ഉള്ളിൽ ചെന്നിട്ട് അത് അവിടെ ദഹിച്ചിട്ട് അതിൽ നിന്നാണ് ആരോഗ്യം നമുക്ക് പുറത്തേക്ക് വരുന്നത്. അത് നമ്മൾ അല്ലെങ്കിൽ വിഷമുള്ളതോ അല്ലെങ്കിൽ കേടായതോ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫുഡ് പോയിസണായിട്ട് മാറും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നല്ല ആഹാരം കഴിച്ചാൽ അത് നമുക്ക് നല്ല ആരോഗ്യമായിട്ട് വരും. അപ്പോൾ ഏഷണി ഒരുവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ഇന്നർമോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൽ മാത്രം, ചെവിയിൽ മാത്രമല്ല, അവൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അത് അവിടെ കിടന്ന് അത് ദഹിച്ചിട്ട് അത് അവൻ്റെ ശരീരത്തിലേക്ക് ദോഷമായിട്ടങ്ങ് വ്യാപരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, പോഷക ആഹാരം കഴിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചെന്നിട്ട് അറകളിൽ ചെന്ന് അത് ദഹിച്ച് ദഹനപ്രക്രിയയൊക്കെ നടന്നിട്ട് അതെന്ത് ചെയ്യും, ആ ശരീരത്തിലേക്ക് പിടിക്കും. അതിപ്പോൾ ഫുഡ് പോയിസൺ ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കും. അത് ചിലത് മരണത്തിന് തന്നെ കാരണമാക്കും. എന്ന് പറഞ്ഞൊരു പോയിസണാണ് ഏഷണി, ഒരു വിഷമാണ് ഏഷണി. ഈ ഏഷണി പറയുമ്പോൾ നമ്മുടെ ചെവിക്ക് കേൾക്കാൻ നല്ല സുഖമായിരിക്കാം, മറ്റുള്ളവരെ പറ്റി ദോഷം പറയുമ്പോൾ കേൾക്കുവാൻ അല്പം സുഖം തോന്നിയേക്കാം. പക്ഷേ അത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷം വരുത്തി വെക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. നമ്മുടെ അധരങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ അധരങ്ങളിലൂടെ നമ്മൾ എന്തെങ്കിലും ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തിയിട്ടുണ്ടോ? ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദോഷം ചെയ്യാതെ എൻ്റെ നാവിനെ കാക്കുവാൻ, വ്യാജം പറയാതെ എൻ്റെ അധരത്തെ കാത്തുകൊള്ളുവാനുള്ള കൃപ തരണമേ. കർത്താവെ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും മറ്റുള്ളവർക്ക് പ്രയോജനവും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളായി തീരണമേ. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തുന്നതായ സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് അത് ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗങ്ങളായി തീരുവാനിടയാക്കണം. ഒരിക്കൽ പോലും ഞങ്ങളുടെ അധരങ്ങളിലൂടെ പുറപ്പെടുന്നതായ, നമ്മുടെ നാവിലൂടെ വരുന്നതായ വാക്കുകൾ ആർക്കും ദോഷത്തിനോ പ്രയാസത്തിനോ ബുദ്ധിമുട്ടിനോ കാരണമാകരുത് എന്ന് പ്രാർത്ഥന. കൃപയെ ഞങ്ങളെ പരിപാലിക്കണം, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.